സംഗതിയാണ്. ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അങ്ങനെ നമസ്കരിക്കുന്നത് കൊണ്ട് നമസ്കരിക്കുന്ന മനുഷ്യന് വലിയ പ്രതിഫലമുണ്ട്, ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ മദീനയിലെ ഉഹദ് മലയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. അത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് ജനാസക്ക് വേണ്ടി നമസ്കരിക്കൽ. അപ്പൊ നമസ്കരിക്കുന്നവന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നമസ്കരിക്കപ്പെടുന്ന അഥവാ ആർക്ക് വേണ്ടിയാണോ നമസ്കരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നാം നടത്തുന്ന, അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന ആ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതിൽ നിന്ന് ഇത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണോ? ഇത് പുരുഷന്മാര് മാത്രം നമസ്കരിച്ചാൽ മതിയോ? സ്ത്രീകൾക്ക് ഈ ഒരു അനുഗ്രഹം വേണ്ടതില്ലേ? സ്ത്രീകൾക്ക് ഈ ഒരു പുണ്യം തടയപ്പെട്ടിട്ടുണ്ടോ ഇസ്ലാമിക ശരീഅത്തിൽ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ സ്ഥലങ്ങളിൽ വളരെ വേദനാജനകമായ കാഴ്ചകൾ കാണാറുണ്ട്. ഉറ്റവരുടെ ജനാസ വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെടുകയാണ്. ഒന്നുകിൽ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസയാണ് വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ തന്നെ ഓമനിച്ച് വളർത്തി തനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിയ തന്റെ പ്രിയപ്പെട്ട പിതാവായിരിക്കാം മരിച്ചിറങ്ങിപ്പോകുന്നത്, അതല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ആങ്ങളയായിരിക്കാം മരിച്ചിറങ്ങിപ്പോകുന്നത്, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോ ആവട്ടെ, മുസ്ലിമീങ്ങൾ ആരുമാവട്ടെ. സ്ത്രീകൾ പലപ്പോഴും വീടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് അലമുറയിടുകയും അതുപോലെ തന്നെ കരഞ്ഞ് ബഹളം കൂട്ടുകയും, അതല്ലെങ്കിൽ നിർനിമേഷരായി കഥനഭാരത്തോടെ ആ ജനാസ ഇറങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കുകയും ചെയ്യുന്ന കേവലം ഒരു കാഴ്ചക്കാരികളായി മാറാറുണ്ട്. പലയിടത്തും അതിന് പൗരോഹിത്യം സമ്മതിക്കാറില്ല. പല സ്ഥലങ്ങളിലും നമ്മുടെ നാടുകളിലൊക്കെ ഉറ്റവരുടെ ജനാസ ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് നമസ്കരിച്ചോട്ടെ എന്ന് കെഞ്ചുന്ന സഹോദരിമാരുടെ മുമ്പിൽ വാതിലുകൾ അടക്കപ്പെടാറാണ് പതിവുള്ളത്. സഹോദരിമാർക്ക് നമസ്കരിക്കാൻ അനുവാദം ലഭിക്കപ്പെടാറില്ല. സഹോദരിമാർക്ക് ജനാസ നമസ്കരിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിൽ കേട്ടുകേൾവിയില്ലാത്ത വാദങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആരോ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹുവിന്റെ റസൂല് മുഖേന ശർആക്കിയിട്ടുള്ള ഒരു നിയമത്തെ പാടില്ലെന്ന് പറയാൻ ആർക്കാണ് ഈ ലോകത്ത് അധികാരമുള്ളത്? ആർക്കാണ് അധികാരമുള്ളത്? പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. എന്റെ സഹോദരിമാര്, സഹോദരന്മാര്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട വാചകമാണ്, ആയത്താണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ അഹ്സാബിലൂടെ പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ പുരുഷനാവട്ടെ മുഅ്മിനത്തായ സ്ത്രീയാവട്ടെ പാടില്ല തന്നെ, പാടില്ല തന്നെ. എന്ത്? ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം അങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക ശരീഅത്തിലെ ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെയോ അവന്റെ റസൂലിന്റെയോ ഒരു വിധി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ സ്വയം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാനോ, സ്വയം ഒരു തീരുമാനമെടുക്കാനോ, സ്വയം ഒരു വിധി പ്രഖ്യാപിക്കാനോ പാടില്ല തന്നെ. അത് അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്, റസൂലുള്ളാഹിനോടുള്ള ധിക്കാരമാണ്. അങ്ങനെ ധിക്കാരം കാണിക്കുന്നവർക്കുള്ള അവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നു. എന്താ അല്ലാഹു തുടർന്നുകൊണ്ട് അവരെ സംബന്ധിച്ച് പറഞ്ഞത്? ആരെങ്കിലും അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാൽ, ആരെങ്കിലും അല്ലാഹുവിനെ ധിക്കരിച്ചാൽ, വറസൂലഹു അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരണക്കേട് കാണിച്ച് ധിക്കരിച്ച് കളഞ്ഞാൽ, ഫഖദ് ضل ضلالا മുബീനാ, അവൻ ഏറ്റവും വ്യക്തമായ ദലാലത്തിലേക്ക് പിഴച്ചുപോയി, അവൻ വഴിപിഴച്ചുപോയി
പോയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി വ്യക്തമായി തന്നെ നമ്മളോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ശരീഅത്തിൽ അനുവാദമുള്ള ഒരു സംഗതിയാണ് സഹോദരിമാർക്കും ജനാസ നമസ്കരിക്കുവാനുള്ള അനുവാദം. ഇതെന്തിനിങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ അനുഭവത്തിലില്ലേ, ഈ ശ്രോതാക്കളുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന, ഇനി ശബ്ദം ശ്രവിക്കാൻ പോകുന്ന ആയിരങ്ങളുടെ അനുഭവത്തിലില്ലേ, ഉറ്റവരുടെ ജനാസക്ക് വേണ്ടി ഒന്ന് നിസ്കരിച്ചോട്ടെ എന്ന് പറയുമ്പോ കയ്യൂക്കുള്ള പൗരോഹിത്യം, അവരുടേതായ വാക്കുകൾ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവര് പറയുന്നതാണ് ദീനെന്ന് അന്ധമായി വിശ്വസിച്ചിട്ടുള്ള അവരുടെ പിന്നിൽ കൂടിയ സാധാരണ ജനങ്ങൾ കയ്യൂക്കുകൊണ്ട് സഹോദരിമാർക്ക് ഈ അവകാശം തടയുന്നു. ഈ പുണ്യം അവരുടെ മേൽ തടയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നിങ്ങൾ നോക്കൂ, ഇസ്ലാം അനുവദിച്ചു തന്ന ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് സ്വഹാബത്തിന്റെ ചിന്താഗതി എന്തായിരുന്നു? ഈ ലോകത്ത് നമ്മുടെ ഉമ്മമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ മഹദിമാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, അവരല്ലേ നമ്മുടെ സഹോദരിമാരുടെ നേതാക്കൾ? അതല്ല ലോക മുസ്ലിമീങ്ങൾക്ക് അവർ നേതാക്കളല്ലേ? ആ മഹദികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരുടെ ചരിത്രം നോക്കൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ലമ്മാ തുവഫിയ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അർസല അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യമറു ബിജനാസതിഹി ഫിൽ മസ്ജിദ് ഫയുസല്ലീന അലൈഹി ഫഫഅലു ഫവഖിഫ ബിഹി അലാ ഹുജരിഹിന്ന യുസല്ലീന അലൈഹി. അല്പം സുദീർഘമായ ഹദീസിലൂടെ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. 2297 നമ്പർ ഹദീസായിട്ട് നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ, സ്വഹാബിയാണ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ നബി തങ്ങളുടെ ഭാര്യമാരതാ ആളെ പറഞ്ഞേക്കുകയാണ്, ആ വീട്ടിലേക്ക് ആളെ പറഞ്ഞേക്കുകയാണ്. എന്താണ് അവരോട് ആവശ്യപ്പെടുന്നത്? ഖബറടക്കത്തിന് കൊണ്ടുപോകുന്നതിന്റെ മുമ്പേ അന്യമുറോബി ജനാസതിഹി ഫിൽ മസ്ജിദി, പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ ജനാസയുമായി വരണേ. അങ്ങനെ ഫയുസല്ലീന അലൈഹി, ആ സഹോദരിമാർക്ക് അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി ജനാസ കൊണ്ടുവരണേ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവരാൻ ആളെ ചൊല്ലി അയക്കുകയാണ്. ഫഫഅലു, സ്വഹാബത്ത് അങ്ങനെ തന്നെ നിർദ്ദേശപ്രകാരം ചെയ്തു. ഫവഖിഫ ബിഹി അലാ ഹുജരിഹിന്ന യുസല്ലീന അലൈഹി, പറയപ്പെട്ട പ്രകാരം തന്നെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയതാ മസ്ജിദിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. നമ്മുടെ ഉമ്മമാരുടെ റൂമിന്റെ മുമ്പിൽ വെക്കപ്പെടുന്നു, പള്ളിയിലായിട്ട്. അതാ ഉമ്മമാര് അതാ സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ജനാസ നമസ്കരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തതാണ് ഈ സംഭവം. പെണ്ണുങ്ങൾ മയ്യത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ച് ഇന്ന് പൗരോഹിത്യത്തിൽ ചില ആളുകളുടെ, സുന്നത്ത് ജമാഅത്ത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ വഴിയെ കേൾപ്പിക്കുമ്പോ ഈ സംഭവങ്ങളൊക്കെ എന്റെ ശ്രോതാക്കളുടെ മനസ്സിൽ വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവരെത്ര എന്താണ് ദീന് കൊണ്ട് കളിക്കുന്നത്, എന്താണ് ഇസ്ലാമിനെ കൊണ്ട് ഇവർ വികൃതമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വിഷയം തീരുവോളം നിങ്ങളുടെ മനസ്സിൽ ഈ സംഭവം ഓർമ്മയിൽ വേണം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ നമ്മൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അന്ത്യ ദിവസങ്ങൾ എന്ന ഒരു വിഷയ പരമ്പര തന്നെ പറഞ്ഞപ്പോ നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും, നബി തങ്ങൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാൻ വേണ്ടിയതാ അവിടുത്തെ ശറഫാക്കപ്പെട്ട മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് അതാ പുരുഷന്മാര് വരുന്നു. അങ്ങനെ സ്വല്ലാ അലൈഹി റിജാലു സുമ്മൻ നിസാഉ സുമ്മസ്സിബിയാൻ, ബൈഹഖി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായ റിപ്പോർട്ടുകൾ വേറെയും ബൈഹഖിയിൽ നമുക്ക് കാണാൻ ബൈഹഖി ഇമാം അവിടുത്തെ ദലായിൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
രോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പുരുഷന്മാര് നമസ്കരിച്ചു, പിന്നെ സ്ത്രീകൾ നമസ്കരിച്ചു, പിന്നെ കുട്ടികൾ നമസ്കരിച്ചു. അതാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണെങ്കിൽ സഹാബത്ത് ചെയ്യുമോ? ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്യുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്യുമോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇനിയും നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നമ്മുടെ നാട്ടിലിതാ ഷാഫി ഇമാമിനെ ആദരിക്കുന്ന ആളുകൾ ഞങ്ങളാണെന്ന് പറയുന്ന കക്ഷികൾ, ഷാഫി ഇമാമിനെ ഞങ്ങളാണ് ബഹുമാനിക്കുന്നത്, നിങ്ങൾ ഷാഫി ഇമാമിനെ പുച്ഛിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന സംഘടനകൾ, അതാ അവര് തന്നെ അംഗീകരിക്കുന്ന ഒരു ചരിത്രം നിങ്ങൾക്ക് കേൾക്കണോ? അതാ അവര് തന്നെ എഴുതുകയാണ്, മുസ്ലിം ലോകത്തിന്റെ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അവിടത്തെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ ബീവി നഫീസത്തുൽ മിസ്രിയയോട് വസിയത്ത് ചെയ്തിരുന്നു. ഷാഫി ഇമാമി, മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് നഫീസത്ത് ബീവിയോട് അന്ന് മിസ്രിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭയായ ഒരു പണ്ഡിതയാണ്. ആ നഫീസത്തുൽ മിസ്രിയയോട് ഷാഫി ഇമാം വസിയത്ത് ചെയ്തിരുന്നു എന്നാണ് ഇവർ തന്നെ എഴുതുന്നത്. എന്ത്? ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ജനാസ നിസ്കരിക്കണേ. അങ്ങനെ മഹാനായ ഷാഫി ഇമാം വഫാത്തായപ്പോ മഹദിയായ നഫീസത്തുൽ മിസ്രിയ അവർക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു എന്നും ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്ത് ചെയ്തതെന്താണ്? അവര് മനസ്സിലാക്കിയത് എന്താണ്? അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സൽക്കർമ്മം, ഈ ഒരു നല്ല കാര്യം സ്ത്രീകളും ചെയ്യേണ്ടതല്ലേ? ഉറ്റവരായ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേന്ന് ഒരു പെൺകുട്ടിക്ക്, ഒരു പെണ്ണിന് അവസാനമായി തന്റെ ഉപ്പാക്ക് ഈ ലോകത്ത് വെച്ച് ചെയ്തു തീർക്കാനുള്ള ഏറ്റവും അവിടുത്തെ ജനാസ അടക്കപ്പെടുന്നതിന്റെ മുമ്പേ ചെയ്തു തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, അല്ലാ റഹ്മത്ത് ചെയ്യണേ എന്നിങ്ങനെ ഒരു മകൾക്ക് അധികാരമില്ലേ? അതുപോലെ തന്നെ ഭാര്യക്ക് അധികാരമില്ലേ? പെണ്ണുങ്ങൾക്ക് അധികാരമില്ലേ? ആ പുണ്യം പെണ്ണുങ്ങൾക്ക് പാടില്ലെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അവര് നമസ്കരിച്ചുകൂടാ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സ്ത്രീകൾ നമസ്കരിക്കൽ ഹറാമല്ല, കറാഹത്ത് പോലുമല്ല. ചെയ്താൽ അവർക്കും പ്രതിഫലമുണ്ട്. ഒരു പ്രമാണത്തിലും അത് പാടില്ലെന്നോ കറാഹത്താണെന്നോ പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയോ? എന്താ ഇത്ര ഗൗരവത്തോടെ ഇത് പറയാൻ കാരണം? നമ്മുടെ സമൂഹം അവര് മനസ്സിലാക്കിയത് എന്താണ്? നമ്മുടെ നാട്ടിലതാ സുന്നത്ത് ജമാഅത്ത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന കക്ഷികൾ അവരിന്ന് രാജ്യത്തെ മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകൾ കയ്യേറുകയാണ്. അവർ രാജ്യത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാട്ടിലൊട്ടാകെ അതാ പ്രത്യേകമായി ചില ഗുണ്ടാ സംഘങ്ങളെ ഏർപ്പാട് ചെയ്തുകൊണ്ട് അവര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലും പറയാൻ തുടങ്ങി പരസ്യമായി, അതാ വഹാബികളുടെ ആദർശങ്ങളെ ഞങ്ങൾ തച്ചു തകർക്കും എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ജനങ്ങളോട് തൗഹീദ് പറയപ്പെടുന്ന, വിശദീകരിക്കപ്പെടുന്ന വേദികളെ കയ്യൂക്ക് കൊണ്ട് കയ്യേറ്റം ചെയ്യപ്പെടുന്നു, കല്ലെറിയുന്നു, ട്യൂബടിച്ച് തകർക്കുന്നു, മൈക്ക് സംവിധാനത്തെ തകരാറിലാക്കുന്നു, ജനറേറ്ററിന്റെ കണക്ഷൻ ബന്ധിപ്പിച്ചുകൊണ്ട് മണൽ വാരിയിടുന്നു, പാവങ്ങളായ അവിടെയുള്ള ശ്രോതാക്കളെ തല്ലിച്ചതക്കുന്നു. അങ്ങനെ എന്തെല്ലാം ഭീകരമായ തീവ്രമായ അവസ്ഥകളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെ വിഭാഗം, ആ ഒരു വിഭാഗമാണ് ഈ വിഷയത്തിൽ നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാമികമായ ഈ അനുവാദത്തെ പാടില്ലെന്ന് പറഞ്ഞു മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റേ സുന്നികളല്ല, സമസ്തക്കാര് തന്നെ പല വിഭാഗല്ലേ. ഈ വിഭാഗം ഇതിന് അനുകൂലമല്ല. ഈ ഭാഗം അനുകൂലമല്ല. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംസ്ഥാന സുന്നിക്കാർ അനുകൂലമല്ല. ഇവരുടെ പോലും ഒരു വിഭാഗം അനുകൂലമല്ല. എന്നിട്ടും വളരെ ശക്തമായി കൊണ്ടവർ എഴുതുന്നത് കേട്ടോളൂ. എന്താണ് സ്ത്രീകളുടെ ജനാസ നമസ്കാരത്തെ കുറിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ടോളൂ. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് കേട്ടോളൂ. ഒന്ന് സുന്നി വോയിസിൽ നിന്ന് കേട്ടോ. അതാ ആരാ എഴുതുന്നത്? കാന്തപുരം സുന്നി വിഭാഗത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഒരു AP മുഹമ്മദ് മുസ്ലിയാർ. അയാളും കാന്തപുരത്തുകാരനാണ്. AP മുഹമ്മദ് മുസ്ലിയാരിന്റെ അയാൾ എഴുതുകയാണ്, പുരുഷന്മാരുടെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാവുകയില്ല. അതുകൊണ്ട് തന്നെ കുറ്റകരവുമാണ്.
പുരുഷന്മാരുടെ ശേഷവും സ്ത്രീക്ക് മയ്യത്ത് നിസ്കാരം സുന്നത്തില്ല. കേട്ടോ നിങ്ങൾ, പുരുഷന്മാരുടെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാവുകയില്ല. അതുകൊണ്ട് തന്നെ കുറ്റകരവുമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പുരുഷൻ നിസ്കരിക്കണിന് മുമ്പ് നിസ്കരിക്കണിനെ പറ്റി മാത്രമായിരിക്കും അത്. അപ്പൊ ഉടനെ തന്നെ പറയുന്നത് എന്താണ്? പുരുഷന്മാരുടെ ശേഷവും സ്ത്രീക്ക് മയ്യത്ത് നിസ്കാരം സുന്നത്തില്ല. എന്താണ് ഈ വാചകത്തിൽ നിന്ന്? 3 കാര്യങ്ങൾ ഇയാൾ ഇതിൽ തട്ടിവിട്ടിരിക്കുകയാണ്. ഒന്ന്, പുരുഷന്മാര് നമസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാവൂല, നിസ്കാരം തന്നെ ശരിയാവൂല. രണ്ടാമതായി അയാൾ പറയുന്നത് അങ്ങനെ സഹീഹാവൂല എന്ന് മാത്രമല്ല, അങ്ങനെ നമസ്കരിച്ചാൽ അത് കുറ്റകരവുമാണ്. മൂന്നാമത് പറയുന്നതോ, പുരുഷന്മാര് നിസ്കരിച്ച് കഴിഞ്ഞ ശേഷവും സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം സുന്നത്തില്ല. ഇത് നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ 2003 ജനുവരി 16 ഇറങ്ങിയ സുന്നി വോയിസ് എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ദ്വൈവാരികയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും മാതൃകാ മഹതികളായ സ്വഹാബ വനിതകൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, ഇസ്ലാം അവർ ഇസ്ലാം തിരിയാത്തവരാണോ? പ്രസ്തുത മഹദികൾ നമസ്കരിച്ച ഏറ്റവും സ്വഹീഹായ മാതൃക നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ഈ മുസ്ലിയാരുടെ വാദപ്രകാരം ഈ മഹദികൾ ചെയ്തത് ഒരു വെറും പണിയല്ലേ ചെയ്തത്? ആയിഷ ബീവി ചെയ്തത് ഒരു വെറും പണി, കുറ്റകരമായ സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് ചെയ്തത് കുറ്റകരമായ സംഗതി. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജനാസ നിസ്കരിച്ചത് ഒരു പുണ്യവുമില്ലാത്ത സുന്നത്തല്ലാത്ത ഒരു കാര്യം എന്ന അർത്ഥത്തിൽ പറയുമ്പോ ഈ വിഭാഗത്തിന് എന്ത് സംഭവിച്ചു പോയി റഹ്മാനെ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണുള്ളത്. എത്ര വളരെ മോശമായി പറയുന്നത്. ഇസ്ലാമിലെ അനുവാദം കൊടുത്തൊരു സംഗതിയാണ് ഇവരുടെ വകയായിട്ട് ഇവര് പാടില്ല എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ കേട്ടോ, മറ്റൊരു മുസ്ലിയാരി, ഒരു പാറന്നൂർക്കാരൻ ഒരു മുസ്ലിയാരി എഴുതുകയാണ്, പുരുഷന്മാര് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ അത് നിർവഹിച്ചാൽ ആ നിസ്കാരം സ്വഹീഹാവുകയില്ല. സ്വഹീഹാവാത്തൊരു കാര്യം എന്തിന് നിർവഹിക്കണമെന്ന് മുസ്ലിം ബഹുജനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പതിവെന്താണ്? നമ്മുടെ നാട്ടിൽ ജനാസ കൊണ്ടുപോയിട്ട് പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോ ഈ വാചകത്തിന്റെ ദുഷ്ടലാക്ക് എന്താണെന്നോ, നമ്മുടെ നാട്ടിലെ ഒരൊറ്റ പെണ്ണിനും നിസ്കരിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കാനാണ്. നമ്മുടെ നാട്ടിൽ വീട്ടിൽ വെച്ച് പുരുഷന്മാര് നിസ്കരിക്കാറ് പതിവില്ല, ജനാസ കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കാറുള്ളത്. അപ്പോ പുരുഷന്റെ നിസ്കാരം നടക്കാത്തതിന്റെ മുമ്പ് പെണ്ണ് നിസ്കരിച്ചാൽ സ്വഹീഹാവില്ല, കുറ്റകരമാണെന്ന് പഠിപ്പിക്കപ്പെട്ടാൽ ഏതൊരു പെണ്ണാണ് പിന്നെ ഉപ്പാക്ക് വേണ്ടി നിസ്കരിക്കാൻ മെനക്കെടുക, ഭർത്താവിന് വേണ്ടി നിസ്കരിക്കാൻ മെനക്കെടുക? കാരണം ഈ പൗരോഹിത്യം പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? അത് പാടില്ല, അത് സ്വഹീഹല്ല, അത് കുറ്റകരവുമാണെന്ന് വന്നാൽ ബാപ്പന്റെ ജനാസ ഇറക്കുന്ന നേരത്ത് ഞാൻ എന്തിനൊരു ഹറാമ് ചെയ്യണം എന്ന് ഇവരുടെ വാള് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ചിന്തിച്ചു പോയെങ്കിൽ അതിന്റെ കുറ്റമാർക്കാണ്? പ്രിയപ്പെട്ടവരെ, ഇവരെയാണ് ഈ സമൂഹം തിരിച്ചറിയേണ്ടത്. എത്ര ഗൗരവമാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പാടില്ല എന്നാ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, പിന്നെ പറയുന്ന ന്യായം കേട്ടോ. പിന്നെയും പറയുകയാണ്, സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം ഒരു പ്രഹസനം മാത്രമാണ്. കണ്ടോ, അതിലും ദുഷ്ടലാക്കാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് നിസ്കരിച്ചു പോയാ പിന്നെന്തിനാ ആണുങ്ങൾ നിസ്കരിക്കുന്നത്? സ്ത്രീകൾ നിസ്കാരം നടത്തി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം ഒരു പ്രഹസനമാണ്. അതുകൊണ്ട് കാര്യമില്ല എന്നാണ്. കാരണം എന്തെന്നല്ലേ? ഒരു പെണ്ണ് മുമ്പ് നിസ്കരിച്ചു പോയി, ഒരു പെണ്ണ് മുമ്പ് ജനാസ നിസ്കരിച്ചു പോയി. അങ്ങനെ വന്നുപോയാ പിന്നെ ഇനി ആണുങ്ങൾ എന്തിനാ ഈ പണിക്ക് പള്ളിയിൽ പോകുന്നത്? ആണുങ്ങൾ എന്തിനാണ് പിന്നെ ജനാസ നിസ്കരിക്കുന്നത്? ഇനി ഉദാഹരണം ഇയാൾ പറയുന്നത് നോക്കൂ. അങ്ങനെ നിസ്കരിക്കുന്നതിന്റെ ഉപമ ഏതുപോലെയാണത്രേ? തറപ്രസംഗം നടത്തി യഥാർത്ഥ ഹുതുബയായ അറബി ഹുതുബയെ തരം താഴ്ത്തും പോലെയാണിത്. കേട്ടോ,
തറപ്രസംഗം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു പരിപാടി ഉണ്ട്. എന്താ? മുജാഹിദുകളുടെ പള്ളികളിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദീന് പഠിക്കാൻ അവസരങ്ങൾ കിട്ടിയപ്പോ ജനങ്ങൾ ഇവരുടെ എല്ലാ മതിൽക്കെട്ടുകളെയും ഭേദിച്ചുകൊണ്ട് സലഫി മസ്ജിദുകളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് ആളുകളോട് കുറെയൊക്കെ പറഞ്ഞു നോക്കി, അതൊന്നും പാടില്ല 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 എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ജനപ്രവാഹം തുടരുക തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ പ്രയാസം പൂണ്ട പൗരോഹിത്യം ഒരു കാര്യം തീരുമാനിച്ചു, എന്നാ നമ്മളും കുറച്ച് എന്ത് ചെയ്യാ, മലയാളത്തിൽ കുറച്ച് പറയാ, പക്ഷേ മോളിൽ കയറി പറയണ്ട, താഴെ പറയാ എന്ന് തീരുമാനിച്ചിട്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പള്ളിയിൽ വന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, പക്ഷെ മിമ്പറം എന്നല്ല, താഴെയാണ്, ജുമാന്റെ സമയത്തല്ല, അതിന്റെ മുമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാടുകളിൽ ഇവരൊരു പരിപാടി നടത്തി. എന്ത്? ഒരു തറപ്രസംഗം, തറയിൽ നിന്നിട്ടുള്ള ഒരു പ്രസംഗം, തറയുന്നൊരു പ്രസംഗം. അവിടെ മലയാളം പറയും, തറപ്രസംഗം. ആ തറപ്രസംഗത്തെ പറ്റി നമ്മുടെ നാട്ടിൽ വലിയ വിവാദമുണ്ട്. ഈ ഭാഗം ആ തറപ്രസംഗം നല്ല കാര്യമാണെന്ന് പറയുന്നവരാ. AP ഭാഗമോ ഈ തറപ്രസംഗം ബിദ്അത്താണ്, അനാചാരമാണ്, ഹറാമാണ്, കുറ്റകരമാണ് എന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ പല രൂപത്തിലുള്ള വാദങ്ങൾ ഇവർക്കുണ്ട്. അപ്പൊ ഈ എഴുതുന്നത് ഒരു AP ഭാഗത്തിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് അയാൾ പറയണേ, തറപ്രസംഗം നടത്തി യഥാർത്ഥ ഹുതുബയായ അറബി ഹുതുബയെ തരം താഴ്ത്തും പോലെയാണ്. അപ്പൊ AP-ക്കാരന്റെ വീക്ഷണം എന്താണ്? തറപ്രസംഗം നടത്തിയാൽ പിന്നെ ഒരു ജുമാ ഹുതുബ അവിടെ എന്തിനാ? അത് വെറുതെ പ്രഹസനം. പിന്നെന്താ അതിന്റെ കാര്യം? ഹുതുബന്റെ കാര്യം ഇവിടെ നടന്നില്ലേ എന്നാണ്. അതേപോലെയാണ് പെണ്ണുങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ പള്ളിയിൽ പോയിട്ട് ഒരു ജനാസ നിസ്കരിക്കേണ്ട കാര്യം? കേവലം പ്രഹസനമാണ്. ഈ രൂപത്തിൽ ദീനിനെ വികൃതമാക്കുന്ന ഇത്തരത്തിലുള്ള ദുഷിച്ച പണ്ഡിതന്മാർ, അല്ലാഹു അവരുടെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.